ജാനകിയമ്മയുടെ പാട്ടുകൾ കേട്ട് വളർന്ന ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. പിന്നെ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ജാനകിയമ്മ മലയാളത്തിൽ പാടിയ പാട്ടുകളെക്കുറിച്ചുള്ള എന്താ പറയുക, അറിവ് എവിടെ നിന്ന് എനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ ഒരുപാട് അന്വേഷിക്കേണ്ടായിരുന്നു. പേപ്പറുകളിലോ ഒന്നിലും അങ്ങനെ ജാനകിയമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ വളരെ കുറവായിരുന്നു. പിന്നെ ജാനകിയമ്മയുടെ പാട്ടുകൾ കേൾക്കുക കേൾക്കുക അങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു സംശയം, മലയാളി അല്ലാത്ത ഒരാൾ എങ്ങനെ ഇത്ര അതിമനോഹരമായിട്ട് നമ്മുടെ ഭാഷയെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോയിരുന്നു ആക്ച്വലി. ഒരുപാട് തവണ ഓരോ പാട്ടും മേ ബി 30-40 തവണയൊക്കെ കേട്ടാലേ എനിക്ക് ആ പാട്ട് ശരിക്കും കേട്ടതായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നുള്ളൂ. കാരണം ഞാനിപ്പോഴും അതിൻ്റെ ജാനകിയമ്മ പാടിയ പാട്ടുകളുടെ ആഴങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അതിൽ നിന്ന് കിട്ടും. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു 11 വർഷം എടുത്തു പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പുസ്തകത്തിൻ്റെ പേര് എസ് ജാനകി ആലാപനത്തിലെ തേനും വൈബും. 2 വോളിയൂംസാണ്. 92 അധ്യായങ്ങളിലൂടെ ജാനകിയമ്മയുടെ പാട്ടുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അതായത് 2140 പാട്ടുകളുടെ കഥകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് പറയാം. അത് ജാനകിയമ്മയുടെ ഒപ്പം പ്രവർത്തിച്ച സംഗീത സംവിധായകരെയും അതുപോലെ ഒപ്പം പാടിയ ആൾക്കാരും ഗാനരചയിതാക്കളും അവരൊക്കെ പോയി കണ്ട് അവർ നേരിട്ട് ഇൻഫർമേഷൻസ് എടുക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, അതുകൊണ്ടാണ് ഇത്രയും ടൈമും എടുത്തത്. പിന്നെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ശരിക്കും ഞാനും എന്താ പറയുക, എൻ്റെ ഒരു കൺട്രോളിൽ നിന്ന് ഔട്ടായി. പിന്നെ ഒക്കെ ഞാൻ തിരിച്ചു പിടിച്ച് അതൊക്കെ അത് എൻ്റെ ഒരു തൃപ്തി ലെവലിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ചെയ്യാൻ ഒരു അവസരം, ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പോൾ എസ് ജാനകി എന്ന ഗായികയെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ചേട്ടൻ്റെ ഈ കഴിഞ്ഞ വിഷു ജാനകിയമ്മയോടൊപ്പമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ജാനകിയമ്മ എന്ന ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? ജാനകിയമ്മയായിട്ട് വലിയ സ്നേഹബന്ധമാണ്. അപ്പോൾ എനിക്ക് അമ്മയുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ പോണ പോലെ നമുക്ക് ചെല്ലാം. അത്രയും ഒരു സ്വാതന്ത്ര്യം അമ്മ തന്നിട്ടുണ്ട്. ഞാൻ അബുദാബിയിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവധിക്ക് വരുമ്പോഴൊക്കെ എല്ലാ വർഷവും, കോവിഡിന് മുമ്പുള്ള എല്ലാ വർഷവും അമ്മയെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. ഒരു 4 തവണ അമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയി. അപ്പോൾ പോണ മുമ്പ് ജാനകിയമ്മ എന്നോട് പറഞ്ഞു, വിഷുവിന് മുന്നേ വാ, എന്നെ പാക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ട് ഒക്കെ, എന്നാലും നേരിട്ട് കാണുന്ന ഇത് വേറെയല്ലേ. അപ്പോൾ ഞാനും മോനും കൂടി പോയി. പിന്നെ ഞങ്ങൾ ചെന്നു. ഇപ്പോൾ ജാനകിയമ്മ അവിടെ ഉണ്ട്. അമ്മ നല്ല ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, 87 വയസ്സായി. നല്ല വെള്ള സാരി കൊടുത്ത് ആളെങ്ങനെ തന്നെ എപ്പോഴും കാണുന്നത്. ചന്ദനവും ഭസ്മൊക്കെ തൊട്ട് ആളൊരു ദൈവിക പരിവേഷത്തിലായിരുന്നു. ഭയങ്കര സ്നേഹം. ഞങ്ങൾ കാലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ കെട്ടിപ്പിടിക്കായിരുന്നു. ഞങ്ങൾ കെട്ടിപ്പിടിക്കാം, അപ്പോൾ നമ്മൾ അമ്മേനെ കെട്ടിപ്പിടിക്കില്ല, അതുപോലെയായിരുന്നു. മോനും അങ്ങനെ ഞങ്ങൾ അനുഗ്രഹമൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ ചർച്ച, പാട്ടുകളെ കുറിച്ചുള്ള ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജാനകിയമ്മയോട് പറഞ്ഞു, ഇന്ന് രാവിലെ ശാരദ വിളിച്ചിട്ടുണ്ടായിരുന്നു, ജാനകിയമ്മ, നടി ശാരദ. അപ്പോൾ ജാനകിയമ്മ പറഞ്ഞു, അബുദാബിയിൽ നിന്ന് അഭിലാഷ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശാരദ പറഞ്ഞു എന്ന്, അയ്യോ എന്നെ വിളിച്ചിട്ട് എത്ര നാളായി, ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകിയമ്മ എന്നോട് ചോദിക്കുകയാണ്, ഓനക്ക് എപ്പോഴും ശാരദമ്മ തരൂ, അമ്മയല്ലേ എന്നെ കണക്ട് ചെയ്തത്. അമ്മ മറന്നുപോയി. ജാനകിയമ്മയായിരുന്നു അങ്ങനെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശാരദാമ്മനെ പോയി കണ്ടിട്ടുണ്ട്. കാരണം ശാരദാമ്മ നിർമ്മിച്ച പടങ്ങളിലൊക്കെ ജാനകിയമ്മയുണ്ട്, പാടിയിട്ടുണ്ട്. പിന്നെ പഴയ ഒരുപാട് പാട്ടുകൾ ശാരദയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുമ്പ് പോയിട്ടുണ്ട്. പിന്നെ ജാനകിയമ്മയുടെ വീട്ടിൽ ഞങ്ങളന്ന് ഒരു ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഉച്ചയ്ക്ക് ഊണ്, ജാനകിയമ്മയുടെ വീട്ടിൽ ഊണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അപ്പോൾ വലിയ തട്ടത്തിലൊക്കെയാണ് കേട്ടോ, സ്റ്റീൽ തട്ടത്തിലാണ്. അപ്പോൾ മുളക് കണ്ട പേടിയാവും. മുളക് ചട്നിയാണ്, ഭയങ്കര കളറുള്ള മുളക് ഇതിൻ്റെ ചട്നിയും, പിന്നെ ഒരു ഗോങ്കര ചട്നി എന്ന് പറഞ്ഞിരുന്നത്, പിന്നെ സാമ്പാർ, തോരൻ, നെയ്യ് സാധനങ്ങൾ അതൊക്കെ വെച്ചിട്ട് ആള് നല്ലോണം ചട്നി രണ്ടും കൂടി ഇട്ട് കുഴച്ചിട്ട് കണ്ട പേടിയോ, കാരണം അത്രയും മുളക് ഉണ്ട് അതിനകത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, സാധാരണ പാട്ടുകാര് മധുരം അല്ല എരിവ് അല്ലെങ്കിൽ തണുപ്പൊന്നും കഴിക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് എരിവില്ല കേട്ടോ, ഇത് മുളക് പഴം എന്നാണ് ജാനകിയമ്മ എന്നെ പറയണേ. അപ്പോൾ ജാനകിയമ്മ ഉരുട്ടി തരാണ് കേട്ടോ. ആളെങ്ങനെയാണ്, ആള് ഭക്ഷണം നമുക്ക് അങ്ങനെ ഉരുട്ടി തരും. അങ്ങനെ
ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെയും ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ജാനുവിന് കിട്ടിയ കുറേ അവാർഡുകളുണ്ട്. ഇപ്പോൾ പുതിയ വീടാണ്, പുതിയ വില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാ അവാർഡുകളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കുറേ അവാർഡുകളുടെ കൂട്ടത്തിൽ മലയാളത്തിന് കിട്ടിയ അവാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നടുവിലാണ് എൻ്റെ പുസ്തകം ജാനകി വെച്ചിട്ടുള്ളത്. എനിക്കത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഏറ്റവും വലിയ ആ ആള് ആ കിട്ടിയ അവാർഡുകൾ കൂടുതലാണ് പുസ്തകം കൊണ്ട് വെച്ചേക്കുന്നത്. എനിക്കത് ഭയങ്കര എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ശരിക്കും പറയാം, എനിക്ക് ഭയങ്കര അഭിമാനവും അതുപോലെ ഭയങ്കര സന്തോഷം തോന്നി. ഇത് അമ്മയോട് ചോദിച്ചു, അമ്മ പുസ്തകം എന്താ അവിടെ ഇരിക്കുന്നത് ചോദിച്ചു. പിന്നെ ഞാൻ എവിടെ വയ്ക്കണം, അത് കവറൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പൊട്ടിച്ച പുസ്തകം വേറെ ആളുടെ അടുത്തുണ്ട്. പക്ഷെ ഇത് കവറൊക്കെ പൊട്ടിക്കാതെ അത് ഇതുപോലെ ആള് ഭംഗിയായിട്ട് വെച്ചേക്കാണ്. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ജാനകിയെക്കുറിച്ച് മറ്റു ഭാഷകളിൽ പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും വരേണ്ടതാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പുസ്തകങ്ങൾ വരേണ്ടതാണ്. ആക്ച്വലി നമ്മുടെ മലയാളത്തിൽ എനിക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളൂ. ശരിക്കും ശ്രീകുമാരൻ തമ്പി സാർ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെയാണ് ജാനകിയെക്കുറിച്ച് ഒരു പുസ്തകമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നിട്ട് വന്ന അഭിലാഷിന് ആശംസ ആൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അല്ല പറയാ, അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ, അങ്ങനെ വലിയ വലിയ ആൾക്കാരൊക്കെ ജാനകിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ ഒരുപാട് എന്താ പറയുക നല്ല രീതികളിൽ എത്തിപ്പോയാണ്. പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. എസ് ജാനകി നൈറ്റിംഗേലിനാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് എനിക്കൊരു കോള് കിട്ടിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പുസ്തകം 10 ഇംഗ്ലീഷും 20 മലയാളം അവർക്ക് വേണമെന്ന് പറഞ്ഞു. 20 മീൻസ് 2 വോളിയം, അപ്പോൾ 10 അങ്ങനെ മൊത്തം 30 പുസ്തകങ്ങൾ. ഞാനത് അവർ ചോദിച്ചിട്ട് ഞാനത് അയച്ചു കൊടുത്തു. അതിനെല്ലാം ഫുൾ പേ ചെയ്തായിരുന്നു കേട്ടോ. അത് ബോസ്റ്റണിലാണ് പോയത്, ബ്രിട്ടീഷ് ലൈബ്രറി ബോസ്റ്റണിൽ. അവരവിടെ ഷെൽഫ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി എനിക്കൊരാഗ്രഹം, എന്തെങ്കിലും അവിടെ പോകണം, ആ ഷെൽഫ് ഒന്ന് കാണണം. ഏറ്റവും രസം, ഞാൻ പുതുക്കാട് നിന്നാണ്. അപ്പോൾ എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ ഞാൻ പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും പുസ്തകം എത്തിയിട്ടില്ല.